ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ മൂകാംബിക രഥോത്സവത്തിൻ്റെ ചില ഭാഗങ്ങളും അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഈ ചാനലിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടാലും. അപ്പോൾ രഥോത്സവം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, പതിവിലധികമായ തിരക്കുണ്ട്. അപ്പോൾ എന്ത് തിരക്കുണ്ടായാലും നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് അങ്ങോട്ട് എത്തിയതല്ലേ, അപ്പോൾ എന്തായാലും തൊഴുത് പോവാന്ന് വെച്ചിട്ട് കയറി തൊഴാന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ ആദ്യം ഉള്ളിൽ കയറി തൊഴുതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്കാണ് അവിടെ എത്തണേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരിയിലേക്ക് ഉള്ള ആ വഴിയാണ് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വരിക്കാണ് കയറുകയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ബാരിക്കേഡ് വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് അത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിക്ക് തിരക്കില്ല. നമുക്കിങ്ങനെ കുറച്ചധികം നടക്കണം എന്ന് മാത്രമല്ല, എന്നാലും നല്ല സുഖമായിട്ട് ആ വരി നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നീങ്ങിപ്പോയിരുന്ന വരിയാണ്. പെട്ടെന്ന് അത് സ്റ്റക്കായി. ഏകദേശം ഞങ്ങളൊരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തായി ഈ നിപ്പ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അവരെന്തായാലും വരിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെപ്പോൾ ഈ കാണുന്നില്ലേ, ഇതാണ് ഇവിടുത്തെ സാരി കൗണ്ടർ. ഭക്തർ ദേവിക്ക് സാരി സമർപ്പിക്കും. അപ്പോൾ അത് സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ചെറിയ വിലയ്ക്ക് ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിന് ധാരാളം ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതൊന്നും ആർദ്രസത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ എന്തൊരു ചടങ്ങാണ്. കുറേ ആൾക്കാരുണ്ട്. ഒരു ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാണാണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതരം കൊട്ടും അതൊക്കെ അതിൻ്റെ ഒപ്പം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ മാതിരിയുള്ള ചെണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതൊരു വേറെ തരം ഒരു വാദ്യമാണ്. പിന്നെ ബാൻഡ് പോലെ ഒരു സാധനമുണ്ട്. പിന്നെ എന്തൊക്കെ ഇത് പിടിച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ മൂകാംബിക ഭഗവതി വരുന്നുണ്ട് തോന്നുന്നു. കൊട്ടും ഒരു പ്രത്യേക നാദസ്വരമൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ശ്രീഭൂതബലി എന്നല്ലേ, ശീവേലി. അപ്പോൾ അതുമാതിരി എന്തോ ബലി തൂവാണ്. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ അതാ പൂജാരി അവിടെ ബലി തൂവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുന്നത് കാരണം നമുക്കത് കാണാൻ പറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ കയറിയാൽ ഇത് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ്. ബലി തൂവിയിട്ട് അവിടുന്ന് പൂജാരി അവിടുന്ന് പോവാൻ. അതിൻ്റെ പിന്നാലെ ഭഗവതി തിടമ്പെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനോഹരമായൊരു കാഴ്ച പോകാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ഇതിലൂടെ ഭഗവതിയെ നേരിട്ട് കാണാൻ പറ്റുന്നൊരവസ്ഥ നമുക്ക് എന്തായാലും കിട്ടി ഇവിടെ നിൽക്കൊണ്ട്. അതൊരു ഭാഗ്യമായിട്ട് കരുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ച ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് പോകാൻ പറ്റാത്തവർക്കും എൻ്റെ വീഡിയോ കൂടെ ഭഗവതിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം അതിലെന്തായാലും ഉണ്ടായി. എന്തായാലും നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കേട്ടോ.
ഒന്നാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് അടുത്തൊരു പ്രദക്ഷിണം കൂടിയും അവിടുന്ന് വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കാണ്ട് ആൾക്കാരൊക്കെ ഒന്ന് ഓടിയിട്ടാണ് വരുന്നത്. അതൊരു പൂജാരി ഒരു ഓട്ടപ്രദക്ഷിണം മാതിരിയാണ്, നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവണില്ല, അത് ചടങ്ങാവും ചിലപ്പോൾ. ഇവർ തൂവി കഴിഞ്ഞിട്ട് പൂജാരി നല്ല സ്പീഡിൽ ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ഭഗവതി എടുത്ത ആൾക്കാരും അതേ ഒരു സ്പീഡിൽ തന്നെ, കുറച്ച് സ്പീഡിൽ, അവർ ഓടുന്നില്ലെങ്കിലും കുറച്ച് സ്പീഡിലാണ് നടന്നു വരുന്നത്. നമ്മുടെ ഇവിടെ അമ്പലങ്ങളിലും കണ്ടിട്ടുണ്ട് അങ്ങനെ. ഈ ബലി തൂവി കഴിഞ്ഞാൽ പൂജാരി ഓട്ടപ്രദക്ഷിണം എന്ന് പറയും, അങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു പോലത്തെ ചടങ്ങ് തന്നെയാണ് ഇവിടെയും. കുറച്ച് സ്പീഡിലാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരി നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങി തുടങ്ങി കേട്ടോ. അപ്പം അത് കഴിഞ്ഞു, ഞങ്ങൾക്ക് ദർശനമൊക്കെ നന്നായി കിട്ടി. അത് കഴിഞ്ഞ് ഇറങ്ങി ഭക്ഷണം കഴിക്കേണ്ട സമയമായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇവിടെ ഭക്ഷണം കുഴപ്പമില്ല കേട്ടോ, നല്ല ഒരു ചോറ്, അതിലേക്കൊരു സാമ്പാറും അതിലൊരു കറി, പിന്നെ ചക്കയും ഇതൊക്കെ വെച്ചിട്ടൊരു തോരൻ, പിന്നെ ഒരു ലഡു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പായസം, മോര്. കുഴപ്പമില്ല, നമുക്ക് ബുഫേ സ്റ്റൈലാണ്. അത് അവിടുന്ന് വാങ്ങി നമുക്ക് ഇവിടെ വലിയൊരു ഹാളാണ്, അവിടെ എവിടെ ഇരുന്ന് വേണിച്ചാൽ കഴിക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ അവിടുന്ന് ഭക്ഷണം കിട്ടും. നല്ല രുചികരമായ ഭക്ഷണമാണ്, നമുക്ക് വൃത്തിയുള്ള ഭക്ഷണം ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യാം. കുങ്കുമാർച്ചന നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമുക്ക് 30 രൂപ 50 രൂപ അങ്ങനെയുള്ള 2 കുങ്കുമാർച്ചന ഉണ്ട്. അപ്പോൾ അവിടെ റെസീറ്റ് ആക്കിയിട്ട് ഇവിടെ വന്ന് കൊടുത്ത് നമ്മുടെ നാളും പേരൊക്കെ പറഞ്ഞിട്ട് അവർ അർച്ചന നടത്തും. അപ്പോൾ ആ സ്ഥലമാണ് ആ കാണിച്ചത്. ഇതാണ് രഥോത്സവത്തിൽ ഉപയോഗിക്കുന്ന ബ്രഹ്മരഥം. ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഈ രഥത്തിലാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ചടങ്ങ്, രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ ചടങ്ങ്. ഈ മുകളിലേക്കുള്ള ഗോവണി വഴി പൂജാരിമാരും എല്ലാം അതിൽ കയറി, അത് കഴിഞ്ഞ് ഗോവണി മാറ്റി രഥം പുറത്തേക്ക് വലിക്കും. ഈ രഥം കാർഷിക ഉൽപ്പന്നങ്ങളെ കൊണ്ട് പൂർണ്ണമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. തേങ്ങ, കായ, അതുമാതിരി എല്ലാം, ഒരുവിധം എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും അതിൻ്റെ ചുറ്റുപോറും കെട്ടിയിട്ടുണ്ട് അവർ. വളരെ വലിയ ഒരു രഥം തന്നെയാണ് ഈ രഥം. ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് വലിച്ച് കൊണ്ടുപോവാണ്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഈ രഥം പോകുന്ന വഴി മുഴുവനായിട്ടും നമ്മുടെ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിക്കുകയാണ്. ഈ പനനീർപ്പൂവ് ഇട്ടിട്ട് ആ റോഡ് മുഴുവൻ മെത്തയാക്കുകയാണ്. അപ്പം അത് ഓരോ ആൾക്കാരെ വഴിപാടാവുന്നുണ്ട്. അപ്പോൾ അവരാണത് അവിടെ കൊടുത്ത്
അത് വിരിക്കുന്നത്. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്. ആ ഫുള്ളും ഈ പൂമത്തയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ പൂരത്തിനൊക്കെ ഉണ്ടാവുന്ന പോലത്തെ കലാരൂപങ്ങളും ഇതിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. കണ്ടില്ലേ എങ്ങനെ കിലോമീറ്ററുകൾ ദൂരം റോസാപ്പൂ കൊണ്ട് അലങ്കരിക്കുകയാണ്. ഈ പൂമെത്തയിൽ കൂടെയാണ് ആ രഥം വലിച്ചു കൊണ്ടുവരിക. അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പരമ്പരാഗതമായ ഒരു വാദ്യമുണ്ട്, ചെണ്ടയാണ്. പക്ഷെ അതിൻ്റെ കൊട്ടുന്ന രീതികളൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അതുപോലെ നമ്മുടെ ഇങ്കാരിമേളമുണ്ട്, കലാരൂപങ്ങളുണ്ട്. ഒരു നല്ലൊരു ഘോഷയാത്ര ആയിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ സമയമായി കഴിഞ്ഞിരിക്കണം. സമയമായ ആ ഗോവണി അവിടുന്ന് മാറ്റും. അത് കഴിഞ്ഞ് രഥം വലിക്കുകയാണ്.
സുഹൃത്തുക്കളെ ഗോവണി മാറ്റി ഇതാ രഥം വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് ഇത് വീഡിയോ എടുക്കാറ് തന്നെ നല്ല റിസ്ക്കാണ്. കാരണം നല്ല അത്യപൂർവമായ ജനത്തിലേക്കാണ്. ഇനി വലിക്കുന്ന ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനത് മാക്സിമം പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രഥം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സൗപർണികയിലേക്ക് പോണ ദൂരം വരെ ഏകദേശം ഇത് വലിക്കും. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ ഒപ്പവും അതുമാതിരി വലിക്കാനും. അപ്പോൾ ആ പൂമത്തലൂടെയാണ് ആ രഥം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ കാണാനും ഇതിൻ്റെ ഒപ്പം അനുയാത്ര ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്.
അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് രസമുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് നല്ലൊരു അപ്പൂപ്പൻ്റെ ഡാൻസ് ഇവിടെ കാണാണ്ട്, അതുമാതിരി പല പല രൂപങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഒപ്പമുണ്ട്. ഇപ്പോൾ രഥം അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. ഇനി അവിടെ തിരിച്ച് ഇങ്ങോട്ടാണ് വലിക്കുക. അപ്പോൾ രഥം അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് അത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തും.
രഥം തിരിച്ച് അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ രഥത്തിൽ നിന്ന് നാണയത്തൊട്ടുകൾ പുറത്തേക്ക് എറിയാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. രഥത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ അത് പുറത്തേക്ക് എറിയും അതിലെ പൂജാരിമാർ. അത് മേടിച്ചാൽ അത് നല്ലൊരു ഐശ്വര്യമാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു കൊല്ലത്തേക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവുന്ന ഒരു വിശ്വാസം ജനങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അവിടെ നല്ല തിരക്കാണ്, ആൾക്കാർ കയ്യൊക്കെ നീട്ടി നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് പിടിക്കാനുള്ളൊരു മത്സരമുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മൂകാംബിക രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.